ഹലോ ഗായ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയട്ടെ. അതായത് ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പഠിച്ച ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഭയങ്കര നോളേജ് ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമൻസിലൂടെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും ടെസ ചാർലി എന്ന് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അത് അല്ലാതെ ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ്. അല്ലാത്ത പക്ഷം എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം കമൻറ്റിലൂടെ റിപ്ലൈ തരാനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മെയിനായിട്ട് ഇപ്പം നിങ്ങളാണെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാനിങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന വീഡിയോസിലാണെങ്കിലും അല്ലാതെ ചില വീഡിയോസിലാണെങ്കിലും ഓരോ ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വീഡിയോസിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിനകത്ത് ചിലപ്പോൾ വേറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കോപ്പിറൈറ്റ് വരത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തമ്പനയിൽ ശ്രദ്ധിച്ചാലും അറിയാം, തമ്പനയിൽ ഞാൻ ചിലപ്പോൾ ചില ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മെയിനായിട്ട് 2 വെബ്സൈറ്റ്സിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഒന്ന് പിക്സാബയിൽ നിന്നും ഒന്ന് പിക്സൽസിൽ നിന്നും. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം പറയാനായിട്ട് പോകുന്ന പിക്സാബേനെ കുറിച്ചിട്ടാണ്. പിക്സാബയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ അതിനകത്താണ് ആദ്യമേ ഏത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുന്നത്. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ, ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പിക്സൽസിൽ പോയിട്ട് സെർച്ച് ചെയ്യാറുള്ളൂ. സോ നിങ്ങൾ ക്രോമിൽ കയറുക, pixabay.com എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക, pixabay.com. ഓക്കെ, സോ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ഐക്കൺ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പിക്സാബേയിൽ കയറിയിട്ട് ക്യാറ്റ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുവാണെങ്കിൽ ക്യാറ്റിൻ്റെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളങ്ങനെ സെർച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഐ സ്റ്റോക്ക് ഇമേജസ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഇമേജസ് ഡൗൺലോഡ് ചെയ്യരുത്, കാരണം അതിന് കോപ്പിറൈറ്റ് വരും. അത് നമ്മൾ പൈസ കൊടുത്ത് മാത്രമേ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് ഐ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിന് താഴോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫ്രീ ഇമേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന ഇമേജസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിലോ തമ്പനെയിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് വെച്ച് അത് അതേ കണക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു മാറ്റങ്ങളും വരുത്താതെ പോയി നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. നിങ്ങളേതായ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാം ആ ഒരു ഫോട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, അതല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കൂട്ടാം. അങ്ങനെ പല രീതിയിലൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ. ഇപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്നവരാണ്, യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടാൻ, കോൺട്രാസ്റ്റ് കൂട്ടാൻ, വൈബ്രൻസ് കൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിനകത്ത്. നിങ്ങൾ തമ്പനയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് മാറിയും തിരിഞ്ഞൊക്കെ യൂസ് ചെയ്യാം. ഒരു നമ്മളേതായ രീതിയിലുള്ള ചെറിയൊരു കോൺട്രിബ്യൂഷനും കൂടെ നമ്മൾ കൊടുക്കുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. ആ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. ഡൗൺലോഡ് കൊടുക്കുക, അങ്ങനെ ഫോട്ടോ ഡൗൺലോഡായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഇമേജസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു ലോവർ ആയിട്ടുള്ള ആരോ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പൂച്ചയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോസിന് പകരം വീഡിയോസാണ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ വീഡിയോസിൻ്റെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്തതിനെക്കാട്ടി നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസുമാണ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഇതിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാം ക്യാമറ യൂസ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസും വീഡിയോസാണ്. മിക്കതും ഒരു 95% ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, നിങ്ങളുടേതായുള്ള ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ക്യാറ്റ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഫോട്ടോസ് വീഡിയോസ് ആണോ വേണ്ട അതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാൾപേപ്പർ ആണ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല ഇപ്പം ടൈഗറോ എലിഫൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് വരും. എന്നിട്ട് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്തതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ പിക്സാബേ ആണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വരും. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ചത് ഫസ്റ്റ് പേജിലില്ലെങ്കിൽ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വേറെയും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരും. അപ്പോൾ അതാണ് പിക്സാബേയിലെ കാര്യം. ഇനി pixels.com ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ pixels.com എന്ന് അടിക്കുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റ് വരും. അതിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാം. ഇപ്പം ലോട്ടസ് എന്നോ അല്ലെങ്കിൽ റോസ് എന്നോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇമേജസ് വരും. അപ്പം പിക്സാബേയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ, ഞാൻ അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഞെക്കുന്ന സമയത്താണ് നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം പിക്സൽസിനകത്ത് ആ ഒരു ഫോട്ടോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ആരോ കാണാനായിട്ട് പറ്റും, ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ആരോ ഞെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പിക്സാബേയിൽ കാണുന്ന ഫോട്ടോസും വീഡിയോസും തന്നെയാണ് പിക്സൽസിലും മിക്കതും ഉള്ളത്. എന്നാലും ചെറിയൊരു വേരിയേഷൻ കാണും. കുറച്ച് ഫോട്ടോസോ വീഡിയോസോ വേറെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെറുതായിട്ട് കാണും. അതേ ഉള്ളൂ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതല്ലാതെ അതിലുള്ളത് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിലേതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം പ്രത്യേകം പറയാണ്, 2 വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. പിന്നെ അതെല്ലാം എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിച്ചാൽ മതി. സോ ആസ് യൂഷ്വൽ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ബെസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തത് ഹനൂസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലാണ്. ആ ഒരു ചാനലിൽ മെയിൻലി കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ റീൽസ്, അതുപോലെ തന്നെ വ്ലോഗ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീൽസ്, വ്ലോഗ്സ്, കുക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി പറയാനായിട്ട് പോകുന്നത് നമ്മളെ വീഡിയോസിന് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന 2 ചാനൽസിനെയാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്ന ആദ്യമാണ്, അച്ചൂട്ടൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ആദ്യം അച്ചൂട്ടനുമായിട്ടാണ് പേര് കൊടുത്തേക്കുന്നത് ചാനലിൻ്റെ. സോ ആ ഒരു ചാനലിൽ മെയിനായിട്ട് നല്ല അടിപൊളി ട്രാവൽ വ്ലോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് ആവണി മുത്ത് എന്ന് പറഞ്ഞ ചാനലാണ്. ആ ഒരു ചാനലിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വ്ലോഗ്സും അതുപോലെ തന്നെ അടിപൊളി റീൽസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും റീൽസൊക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനലും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്